ഒരു ഏറ്റവും പോർ വോട്ടുകൾ തന്നെ ഇപ്രാവശ്യം UDF-ലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM-ന് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് CPM-ന്റെ അണികളുണ്ടായിരുന്നു. അത് വളരെ വിസിബിൾ ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം പാർട്ടിയുടെ ജനപ്രതിനിധികൾ പോലും ഇനി ഒരു ഭരണം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി തകർന്നു പോകും എന്നുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാവശ്യം കോൺഗ്രസ് പിന്തുണച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതോടുകൂടി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് പാർട്ടി ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി നീങ്ങും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യമായിട്ട് മാറാൻ പോകുന്നത്. പിണറായി വിജയൻ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ട് തുടരുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു MLA ആയിട്ടെങ്കിലും തുടരാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ എന്നുള്ളതെല്ലാം പ്രശ്നമാണ്. ഒരു പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഏറ്റവും വലിയ ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഒരു CPM-ന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു MLA ആയിട്ടോ തുടരുമോ, അതോ അതുകൂടി രാജിവെക്കുന്ന അവസ്ഥയുണ്ടാവുമോ എന്നുള്ള അങ്ങനെ ഒരു രാജിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു പൊട്ടിത്തെറിയായിരിക്കും. നിങ്ങൾക്കൊന്നും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന MLA ആയിട്ടോ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും അത് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ അത് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ നിരാശ മുഴുവൻ ഇന്ന് CPM ബാധിച്ചിരിക്കുന്നത്. CPM വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എക്സിറ്റ് പോളിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഡാമേജ് അവർക്കുണ്ടാകും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നിരാശ, അത് തന്നെയാണ് ഒരു തരത്തിലും പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ അഴിമതികൾ ഇനി എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ആ കുറ്റങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ള വലിയ ചിന്തയുണ്ടാവും. അദ്ദേഹം ഒരു പക്ഷേ രാഷ്ട്രീയ രംഗത്ത് തന്നെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തേക്ക്, അത് CPM BJP-യുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡീലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു CPM-ന്റെ അണികളെ മുഴുവൻ BJP-യിലേക്ക് പറഞ്ഞുവിടുന്ന രീതിയിലേക്കുള്ള ഒരു രംഗം. എനിക്കൊരു ബംഗാളിന്റെ തനിയാവർത്തനം കേരളത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഭയക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ പോലും CPM അത്തരത്തിൽ തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ LDF UDF ദ്വന്ദ്വം എന്നാൽ മാത്രമേ BJP എന്ന് പറയുന്ന മൂന്നാം കക്ഷിക്ക് ഇവിടെ ഇടവില്ലാതെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ദ്വന്ദ്വം നിലനിൽക്കണമെങ്കിൽ CPM ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്തികൾ കൊണ്ട് ആ പാർട്ടി കേരളത്തിൽ വികസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ചുള്ളൂ, കേരളത്തിലെ CPM-നെ സംബന്ധിച്ചുള്ളൂ.